അയ്യങ്കുന്ന് പഞ്ചായത്തിലെ ആദിവാസി സങ്കേതങ്ങളിലൊന്നായ എടപ്പുഴ അംദേക്കർ സങ്കേതത്തിൽ കടുവ ഭീഷണി. ഇന്നലെ പുലർച്ചെ 3 മണിയോടെ കടുവയുടെ അലർച്ച കേട്ട് സങ്കേതത്തിലെ താമസക്കാർ നേരം പുലർന്ന 10 മണിക്ക് ശേഷമാണ് വീട് വിട്ട് പുറത്തിറങ്ങിയത്. 6 മണി കഴിഞ്ഞിട്ട് കാർച്ചില്ല. പിന്നെ ഞങ്ങൾ 3 മണി തൊട്ട് ഉറങ്ങിയില്ല. നേരം വെളുക്കുന്നവർ 6 മണി കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ എല്ലാവരും വിളിച്ച് നമ്മുടെ പഞ്ചായത്ത് വിളിച്ച് ബന്ധപ്പെട്ട് പിന്നെ നമ്മുടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ ബന്ധപ്പെട്ട് പിന്നെ അവരെല്ലാം വന്ന് രാവിലെ വന്ന് പഞ്ചായത്ത് പ്രസിഡന്റും വന്നിട്ടുണ്ട്, എല്ലാവരും വന്നിട്ടുണ്ട്, മെമ്പർമാരെല്ലാം വന്നിട്ടുണ്ട്. പിന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ രാവിലെ വന്നിട്ട് പടക്കെല്ലാം പൊട്ടിച്ചിട്ട് അവർ പോയി. കേരള വനാതിർത്തിയോട് ചേർന്ന് പശ്ചിമഘട്ട മലനിരകൾക്ക് ചെരുവിൽ വളരെ ഉയർന്ന പ്രദേശത്താണ് സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. 40ഓളം കുടുംബങ്ങളാണ് ഇവിടെ വർഷങ്ങളായി താമസിച്ചു വരുന്നത്. മഴക്കാലം ശക്തമാകുന്നതോടെ ഉരുൾപൊട്ടൽ ഭീഷണിയടക്കം നേരിടുന്ന സങ്കേതത്തിലെ താമസക്കാർക്ക് കടുവയുടെ ഭീഷണി കൂടി ഉയർന്നതോടെ കടുത്ത ആശങ്കയിലാണ്. കഷ്ടിച്ച് ഒരു വാഹനത്തിന് മാത്രം കയറി ചെല്ലാൻ കഴിയുന്ന കുത്തനെയുള്ള കയറ്റവും വളവും നിറഞ്ഞ വഴിയിലൂടെ വേണം സങ്കേതത്തിൽ എത്തിച്ചേരാൻ. കോളനി നിവാസികൾ അറിയിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വനംവകുപ്പിനെ വിവരം അറിയിച്ചിരുന്നു. 10 മണിയോടെ വനംവകുപ്പ് സംഘം സ്ഥലത്തെത്തി പരിശോധനയും നടത്തി. വനത്തിനുള്ളിൽ നിന്നാവാം വന്യമൃഗത്തിന്റെ അലർച്ച കേട്ടതെന്നും പൊതുവെ കടുവകൾ ഇണചേരുന്ന സീസൺ ആരംഭിച്ചതുകൊണ്ട് വന്യമൃഗത്തിന്റെ സാന്നിധ്യം തള്ളിക്കളയാൻ കഴിയില്ല എന്നുമാണ് വനംവകുപ്പ് പറയുന്നത്. പ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും പകൽ സമയത്തുൾപ്പെടെ വനത്തിനോട് ചേർന്നുള്ള സഞ്ചാരം ഒഴിവാക്കണമെന്നും വളർത്തുമൃഗങ്ങളെ കൂടുകളിൽ സുരക്ഷിതമായി സൂക്ഷിക്കണമെന്നും വനംവകുപ്പ് അധികൃതർ ആവശ്യപ്പെട്ടു.